ഐഡന്റിക്കൽ ട്വിൻസ്. എപ്പോഴും നമുക്കൊരു ഇരട്ടകളെ കണ്ടാൽ അവരുമായി സംസാരിക്കാനോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയാനോ നമുക്ക് എപ്പോഴും ഒരു കൗതുകമുണ്ടാവും. എന്നാൽ എല്ലാ ഐഡന്റിക്കൽ ട്വിൻസും ഒരേപോലെയും ആയിരിക്കില്ല. അങ്ങനെയുള്ള ഐഡന്റിക്കൽ ട്വിൻസിനെ കണ്ടാൽ അവരുമായിട്ടുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനും അവർ തിരിച്ചറിയാനും നമ്മൾ എപ്പോഴും പല ശ്രമങ്ങളും നടത്താറുണ്ട്. എന്നാൽ പല ശ്രമങ്ങളും പരാജയപ്പെടാറുമുണ്ട്. എന്നാൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഏകദേശം 37 കോടിയോളം രൂപ ഒരു സ്ഥാപനത്തിൽ നിന്ന് അടിച്ചു മാറ്റുകയും പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത ഒരു ട്വിൻസായിട്ടുള്ള 2 സഹോദരന്മാരെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്നാൽ അവസാനം പോലീസ് അവരെ തെളിവില്ല എന്നുള്ള പേരും പറഞ്ഞ് അത് വെറുതെ വിടുകയും ചെയ്തു. അവരുടെ ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ SL Daddies. 2009 ഫെബ്രുവരി 25 ജർമ്മനിയിലുള്ള ഒരു ഗോൾഡ് ജ്വല്ലറിയിലേക്ക് 3 പേർ കടന്നു വരികയും അവിടെയുള്ള എല്ലാവരെയും ഭയപ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന ഗോൾഡുകൾ മുഴുവനായി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. എന്നാൽ ആ ഒരു ജ്വല്ലറിയെ പറ്റി പറയുകയാണെങ്കിൽ ഗോൾഡ് കൊണ്ടുള്ള എല്ലാ സാധനം, അതായത് ഏകദേശം 5 കോടിയോളം വില മതിപ്പുള്ള വാച്ച് വരെയാണ്. അതോടൊപ്പം ഡയമണ്ട് കൊണ്ടുള്ള റിങ്സ് ആയാലും മാലയായാലും ഏകദേശം അമേരിക്കൻ ഡോളറെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഏകദേശം $5 മില്യൺ ആണ് അവർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയത്. ഇന്ത്യൻ റുപ്പീസായി കൺവേർട്ട് ചെയ്താൽ ഏകദേശം 37 കോടിയോളം രൂപയാണ് അവർ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയതായി പോലീസ് പറയുന്നത്. പോലീസ് അവിടെ വരികയും ആ സ്ഥലം മൊത്തം പരിശോധിച്ച് നോക്കിയപ്പോൾ അവർക്ക് ഒരു തെളിവും ആദ്യം ലഭിക്കാതാവുകയും അവസാനം ആ ഒരു ജ്വല്ലറിയിൽ ഉണ്ടായിരുന്ന ഒരു CCTV ക്യാമറ പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ജ്വല്ലറിയിലേക്ക് 3 പേർ കടന്നു വരുന്നതും അവർ തോക്ക് കാണിച്ച് അവിടെയുള്ള ജനങ്ങളെ ഭയപ്പെടുത്തി അവിടെയുള്ള എല്ലാ സ്വർണങ്ങളും എടുത്തുകൊണ്ട് പോകുന്നത് അവർ കണ്ടു. എന്നാൽ അവരെല്ലാം മാസ്ക് ധരിച്ചതുകൊണ്ട് തന്നെ അവരുടെ മുഖങ്ങളെല്ലാം വ്യക്തമായി കാണാത്തത് കൊണ്ട് തന്നെ പോലീസിന് ആരുടെ മേലെയാണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയായി മാറുകയും ചെയ്തു. ഏകദേശം 2 ദിവസത്തിന് ശേഷം ജ്വല്ലറിയുടെ ഉള്ളിൽ നിന്ന് ഉപയോഗിച്ച ഗ്ലൗസ് കിട്ടുകയും ആ ഗ്ലൗസിനെ ആ പോലീസ് എടുത്ത് അവിടെയുള്ള ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്തു. ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ആ ഗ്ലൗസിനെ ഫുള്ളായി പരിശോധിച്ച് നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒരു വ്യക്തിയുടെ തലമുടി ലഭിക്കുകയും ആ തലമുടിയിൽ നിന്ന് DNA എടുക്കുകയും ചെയ്തു. എന്നാൽ DNA പരിശോധിച്ച് നോക്കിയപ്പോൾ ഹസൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ DNA ആണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു. അങ്ങനെ ജർമ്മനിയിലെ പോലീസുകാർ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് അറിയുകയും അതേ തുടർന്ന് ആ വ്യക്തിയെ കണ്ടുപിടിക്കാൻ വേണ്ടി നാട് നീളെ ഒരു അന്വേഷണം അവർ കൊണ്ടുവരികയും ചെയ്തു. ഇതേ തുടർന്ന് അവസാനം ഒരു സംശയിക്കുന്ന ഒരു ഹസൻ എന്ന് പറയുന്ന വ്യക്തിയെ അവർ കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നാൽ ഈ ഹസൻ എന്ന് പറയുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹസന്റെ വീട്ടിലേക്ക് പോയ സമയത്ത് പോലീസ് അവിടെ കണ്ടത് ഏകദേശം ഹസന്റെ എക്സാക്റ്റ് അതേ രൂപമുള്ള വേറൊരു വ്യക്തിയെയും അവിടെ കണ്ടുകയും ചെയ്തു. എന്നാൽ ഇതിൽ ആരാണ് യഥാർത്ഥ ഹസൻ എന്ന് അറിയാത്ത ഒരു സംശയം കൊണ്ട് തന്നെ 2 പേരെയും ആ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും അവരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവർ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചപ്പോൾ ഈ ഒരു മോഷണവുമായി തങ്ങൾക്ക് ഏതൊരു രീതിയിലും ബന്ധമില്ല എന്നുള്ള രീതിയിൽ രണ്ടാളും 2 കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു വ്യക്തി പറഞ്ഞത് ഈ തെറ്റ് ഞാനല്ല ചെയ്തത്, എൻ്റെ സഹോദരനായിരിക്കാം എന്നാണ് പറഞ്ഞത്. ആ വ്യക്തിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആ വ്യക്തിയും ഇതേ ഉത്തരമാണ് നൽകിയത്. ഞാനല്ല, ചിലപ്പോൾ ഈ മോഷണം നടത്തിയത് എൻ്റെ സഹോദരനായിരിക്കാം എന്നാണ് പറഞ്ഞത്. ഇതേ തുടർന്ന് പോലീസ് വീണ്ടും വലിയൊരു സംശയത്തിലാവുകയും ഇവർ 2 പേരുടെയും DNA എടുത്ത് വീണ്ടും പരിശോധിക്കുകയും ചെയ്തു. ഗ്ലൗസിൽ നിന്ന് കിട്ടിയ DNAയും ഇവർ 2 പേരുടെ DNA വെച്ച് ഫുള്ളായി പരിശോധിച്ച് നോക്കിയപ്പോൾ ഗ്ലൗസിൽ നിന്ന് കിട്ടിയ DNAയുമായി ഇവർ 2 പേരുടെയും DNA 90% മാച്ച് ആവുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസിന് DNA വഴിയും അവരെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഇതേ തുടർന്ന് അവർ കോടതിയിലേക്ക് കൊണ്ടുപോവുകയും കോടതിയിൽ വെച്ച് പല ചോദ്യങ്ങൾ ചെയ്യുകയും ചെയ്തു. എന്നാൽ അവസാനം അവിടെ ഉണ്ടായിരുന്ന ജഡ്ജിക്ക് പോലും അവരിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാനാവാതെ ആവുകയും ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് അവർ കണ്ടുപിടിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാവുകയും ചെയ്തു. എന്നാൽ 2 പേരെയും അറസ്റ്റ് ചെയ്യാനും സാധിക്കില്ല. കാരണം അതിലൊരു വ്യക്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ. എന്നാൽ അവസാനം കോടതി എത്തിയ ഒരു നിഗമനം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു വ്യക്തിയാണ് കുറ്റവാളി എന്നവർ കണ്ടുപിടിക്കുകയും ചെയ്തു. എന്നാൽ ഇതിൽ ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് അവർക്ക് ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല.
ആ ഒരു കാരണം കൊണ്ട് തന്നെ 2 പേരെയും അറസ്റ്റ് ചെയ്യാനും സാധിക്കില്ല. കാരണം അതിലൊരു വ്യക്തി ഒരു തെറ്റും ചെയ്യാത്ത നിരപരാധിയാണ്. അതുകൊണ്ട് തന്നെ പേരെയും അറസ്റ്റ് ചെയ്താൽ അതിലൊരു വ്യക്തിയെ അനാവശ്യമായി ജയിലിലിട്ടു എന്നുള്ളൊരു കുറ്റം വരുന്നതുകൊണ്ട് തന്നെ കോടതി അവരെ 2 പേരെയും വെറുതെ വിടുകയും ചെയ്തു. എന്നാൽ ഇന്നും ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഇന്ന് വരെ ആർക്കും തന്നെ ഇതിലുള്ള ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്ന് ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ മറക്കാതെ പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്തിടാൻ പോകുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും.